നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ ആളുകൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ ഒരു പദ്ധതിയിലൂടെ സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രിയിലും നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം അല്ലെങ്കിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. നമ്മളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിനോ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചികിത്സ തേടാവുന്നതാണ്. ഈ ഒരു പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതിന് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമോ അല്ലെങ്കിൽ പ്രായപരിധിയോ ഒന്നും യാതൊരുവിധ തടസ്സവും ആകുകയില്ല. അപ്പോൾ എത്ര പ്രായപരിധിയിലുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയിലൂടെ ചികിത്സയ്ക്കുള്ള അർഹതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരാൾക്കും മുൻഗണനാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതുമായ ആളുകളൊക്കെ ഇനി എപ്പോഴെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മളുടെ ആരോഗ്യ ഇൻഷുറൻസ് കൗണ്ടറുമായി, അതായത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കൗണ്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു കാർഡ് പുതുക്കി നമുക്ക് നൽകുന്നതായിരിക്കും. നമ്മളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലോ മെഡിക്കൽ കോളേജിലെയോ ഒക്കെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കൗണ്ടറുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കി നൽകുകയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയുള്ള സൗജന്യ ചികിത്സ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക. കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ ആരും ഈ ഒരു കാരുണ്യ പദ്ധതിയിൽ നിന്നും പുറത്തു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്